Hello friends, ഈ വീഡിയോയിൽ നമ്മൾ മെറ്റീരിയൽ സയൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് മെറ്റൽസിന്റെ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കൂടാതെ ഫെറസ് മെറ്റൽസും അതിന്റെ അലോയ്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്? ഒരു മെറ്റലിൽ നമ്മൾ പുറമേ കാണുന്നത്, നമ്മൾ അതിനെ കെമിക്കലി ട്രീറ്റ് ചെയ്യാതെ തന്നെ ഫിസിക്കലി കാണുമ്പോൾ അത് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. കളർ, ഡിഫറെന്റ് കളേഴ്സ് ഫോർ ഡിഫറെന്റ് മെറ്റൽസ്. ഓരോ മെറ്റലിനും പ്രത്യേകം കളറുകളാണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, കോപ്പറിന് ഒരു റെഡിഷ് കളറാണ്, മൈൽഡ് സ്റ്റീലിന് ഒരു ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഷീനോട് കൂടിയുള്ള ഒരു കളറാണ്. അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടി വെയിറ്റ്. മെറ്റൽസ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബേസ്ഡ് ഓൺ വെയ്റ്റ്സ് പെർ ഗിവൺ വോളിയം. അതായത് ഓരോ മെറ്റലിനും ഓരോ ഡെൻസിറ്റി ആയിരിക്കും, വെയിറ്റ് പെർ ഗിവൺ വോളിയം. ഈ വെയിറ്റിന്റെ വ്യത്യാസത്തിന്റെ ബേസിസിൽ നമുക്ക് മെറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യാം. എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ അലൂമിനിയം കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 അടുത്ത് വരും. എന്നാൽ കുറച്ചുകൂടെ ഹെവിയർ ആയിട്ടുള്ള ഒരു മെറ്റലാണ് ലെഡ്. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 11.34 ആണ് വരുന്നത്. ഇനി സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ പല മെറ്റൽസിന്റെയും ഇന്റേണൽ സ്ട്രക്ചറും ഡിഫറെന്റ് ആയിരിക്കും. ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ഡിഫറെന്റ് മൈക്രോസ്കോപ്പ് അണ്ടർ മൈക്രോസ്കോപ്പ്. റോട്ട് അയൺ, അലൂമിനിയം ഇവയൊക്കെ നമ്മൾ ഒരു മൈക്രോസ്കോപ്പിന് അടിയിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഫൈബ്രസ് സ്ട്രക്ചർ ആയിരിക്കും. അതായത് ഫൈബേഴ്സ് പോലെ ആയിരിക്കും ഇതിന്റെ പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത്. കാസ്റ്റ് അയണോ ബ്രോൺസോ പോലുള്ള മെറ്റൽസ് ആണെങ്കിൽ അതിന് ഗ്രാനുലാർ സ്ട്രക്ചർ ആയിരിക്കും ഇന്റേണലി ഒരു മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ച് നോക്കുമ്പോൾ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി കണ്ടക്ടിവിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഹീറ്റിനെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കറണ്ടിനെയോ കണ്ടക്ട് ചെയ്യാനുള്ള, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി ആകാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആകാം. ദീസ് ആർ മെഷേഴ്സ് ഓഫ് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. കോപ്പർ, അലൂമിനിയം പോലുള്ള മെറ്റൽസ് വളരെ നല്ല ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ലൈൻസ് ലേ ചെയ്യുമ്പോൾ അതിൽ കോപ്പർ വയേഴ്സ് യൂസ് ചെയ്യുന്നത്. Magnetic property. Metal is said to possess magnetic property if it gets attracted by a magnet. ഒരു മെറ്റലിനടുത്ത് ഒരു മാഗ്നറ്റ് പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ എഫക്റ്റ് ഈ മെറ്റലിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മെറ്റൽസിനെ നമ്മൾ മാഗ്നറ്റിക് മെറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ഫെറസ് മെറ്റൽസ്, അതായത് അയൺ കണ്ടന്റ് കൂടുതലുള്ള മെറ്റൽസിനെയാണ് നമ്മൾ ഫെറസ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ മിക്ക ഫെറസ് മെറ്റൽസിലും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണാറുണ്ട്. എക്സെപ്ഷൻസ് നോക്കുവാണെങ്കിൽ ചില ടൈപ്സ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വലുതായിട്ട് മാഗ്നറ്റിന്റെ എഫക്റ്റ് കാണിക്കാറില്ല. ഫ്യൂസിബിലിറ്റി, പ്രോപ്പർട്ടി പൊസസ്ഡ് ബൈ എ മെറ്റൽ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് മെൽറ്റ്സ് വെൻ ഹീറ്റ് ഇസ് അപ്ലൈഡ്. നമ്മളൊരു മെറ്റലിന്റെ പീസിനെ ഹീറ്റ് ചെയ്യിക്കുമ്പോൾ അത് മെൽറ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ഫ്യൂസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ടിൻ എന്ന മെറ്റൽ ഇറ്റ് മെൽറ്റ്സ് അറ്റ് 232 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റൽ കുറച്ചുകൂടെ ഹയർ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യത്തുള്ളൂ, 3370 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ടിന്നിനാണ് ടങ്സ്റ്റനെക്കാട്ടിലും കൂടുതൽ ഫ്യൂസിബിലിറ്റി ഉള്ളത്, അതായത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ ടിന്നിനാണ്. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡക്റ്റിലിറ്റി, മെറ്റൽസിനെ നമ്മൾ ബീറ്റ് ചെയ്ത് അല്ലെങ്കിൽ പല ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്ത് വളരെ തിൻ വയേഴ്സ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുന്നത്. Metals can be drawn into thin wires under tension without rupture. Definitions important ആണ്. അപ്പോൾ ഡക്റ്റിലിറ്റി എന്തായിരുന്നു? എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ഡക്ടൈൽ മെറ്റൽസ് മസ്റ്റ് ബി ബോത്ത് സ്ട്രോങ് ആൻഡ് പ്ലാസ്റ്റിക്. സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ റപ്ചർ ഒന്നും ഇല്ലാതെ, അതായത് ബ്രേക്കേജ് ഇല്ലാതെ നമുക്ക് മെറ്റൽസിനെ തിൻ വയേഴ്സ് ആയിട്ട് വലിച്ചെടുക്കാൻ, ഡ്രോ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പ്ലാസ്റ്റിക് ആയിരിക്കണം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് ആ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് തിൻ വയേഴ്സ് ആയിട്ട് മാറ്റിയെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് തിൻ വയേഴ്സ് ആയിട്ട് ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ആ തിൻ വയേർഡ് ഫോമിൽ തന്നെ ആ ഒരു ഷേപ്പ് റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ഡക്ടൈൽ മെറ്റൽസ് മസ്റ്റ് ബി ബോത്ത് സ്ട്രോങ് ആൻഡ് പ്ലാസ്റ്റിക്. എക്സാമ്പിൾസ് കോപ്പർ ആൻഡ് അലൂമിനിയം. കോപ്പർ വയേഴ്സ് നമുക്കറിയാം, ഇലക്ട്രിക്കൽ വയേഴ്സിലെല്ലാം കോപ്പർ വയേഴ്സ് എല്ലാം തിൻ വയർ ഫോമിലാണ്. അപ്പോൾ ഈ കോപ്പറിന്റെ ഡക്റ്റിലിറ്റി എന്ന ആ ഒരു പ്രോപ്പർട്ടിയുടെ ബേസിസിലാണ് നമുക്ക് കോപ്പറിനെ ഇങ്ങനെ തിൻ വയേഴ്സ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി, പ്രോപ്പർട്ടി ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഇൻ എനി ഡയറക്ഷൻ ബൈ ഹാമറിംഗ്, റോളിംഗ് എക്സെട്ര വിത്തൗട്ട് കോസിംഗ് റപ്ചർ. ഹാമറിംഗ് പോലുള്ള ആക്ഷൻ വഴി ഒരു മെറ്റലിനെ നമുക്ക്
നമുക്ക് അതിന്റെ ഡിസൈർഡ് ഷേപ്പ്, നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് ഒന്നെങ്കിൽ ഷീറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഡിസൈർഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ലെഡ് എന്ന മെറ്റൽ വളരെയധികം മാലിയബിൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അടുത്തത് ഹാർഡ്നെസ്, എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് സ്ക്രാച്ചിങ്, വെയർ, അബ്രേഷൻ, ഇൻഡന്റേഷൻ ബൈ ഹാർഡർ ബോഡീസ്. നമ്മൾ ഒരു മെറ്റലിന്റെ സർഫസിൽ ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള ഏതെങ്കിലും ടൂൾ വെച്ചിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്യുവാണെങ്കിൽ ആ സ്ക്രാച്ച് മാർക്ക് ആ മെറ്റലിന്റെ സർഫസിൽ എക്സിബിറ്റ് ചെയ്യുവാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ മെറ്റൽ അത്ര ഹാർഡ് അല്ലാത്ത ഒരു മെറ്റലാണ്. എന്നാൽ വളരെയധികം ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റലിന്റെ സർഫസിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഹാർഡ്നെസ്സിന് ആ ഒരു സ്ക്രാച്ചിന്റെ മാർക്ക് അത് എക്സിബിറ്റ് ചെയ്യണമെന്നില്ല. ഹാർഡ്നെസ് ഇസ് ടെസ്റ്റഡ് ബൈ മാർക്കിംഗ് ബൈ എ ഫയൽ. ഒരു ഫയൽ യൂസ് ചെയ്ത് ഈ മെറ്റലിന്റെ സർഫസിൽ നമ്മൾ ഒന്ന് സ്ക്രാച്ച് ചെയ്യിക്കുവാണ് അല്ലെങ്കിൽ ഒന്ന് പാസ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ആ മാർക്സ്, ഫയലിന്റെ മാർക്സ് സർഫസിൽ എക്സിബിറ്റ് ചെയ്യാത്ത മെറ്റൽസ് വളരെയധികം ഹാർഡ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ്, പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ വിച്ച് പെർമിറ്റ്സ് നോ പെർമനന്റ് ഡിസ്റ്റോർഷൻ ബിഫോർ ബ്രേക്കിംഗ്. അതായത് ഇപ്പൊ ചോക്ക് പോലത്തെ ഒരു ഒബ്ജക്റ്റില് നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതായത് പെർമനന്റ് ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാതെ, അതായത് ഒന്ന് ബെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വളഞ്ഞു പോവുകയോ ചെയ്യാതെ അതിന് മുന്നേ തന്നെ പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ബ്രിട്ടിൽനെസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മെറ്റൽസ് ആണെങ്കിലോ, ചില മെറ്റൽസ് ഒക്കെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റും. അത് എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും വളഞ്ഞ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ മാത്രമേ അത് ബ്രേക്ക് ആവത്തുള്ളൂ. അപ്പൊ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന, അതായത് പെർമനന്റ് ഡിസ്റ്റോർഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പൊട്ടിപ്പോകുന്ന മെറ്റൽസിനെയാണ് നമ്മൾ ബ്രിട്ടിൽ മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ വിൽ ബ്രേക്ക് റാദർ ദാൻ ബെൻഡ് അണ്ടർ ഷോക്ക് ഓർ ഇമ്പാക്ട്. കാസ്റ്റ് അയൺ പോലുള്ള മെറ്റൽ ബെൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ബ്രേക്ക് ആവും. അപ്പോൾ വളരെ ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അടുത്ത പ്രോപ്പർട്ടി ടഫ്നെസ്, പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ടു വിത്ത്സ്റ്റാൻഡ് ഷോക്ക് ഓർ ഇമ്പാക്ട്. ഇമ്പാക്ട് എന്ന് വെച്ചാൽ എന്താ? സഡൻ ആയിട്ടുള്ള ലോഡ്സിനെയാണ് നമ്മൾ ഇമ്പാക്ട് എന്ന് വിളിക്കുന്നത്. ഇങ്ങനത്തെ ഇമ്പാക്ട്സിനെയോ ഷോക്സിനെയോ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള മെറ്റലിന്റെ എബിലിറ്റിയാണ് നമ്മൾ ടഫ്നെസ് എന്ന് വിളിക്കുന്നത്. ടഫ്നെസ് ഇസ് എ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് ടു ബ്രിട്ടിൽനെസ്. ഇപ്പൊ ബ്രിട്ടിൽനെസ് എന്താ നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ടഫ്നെസ് വരുന്നത്. ടഫ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഒട്ടും ബ്രിട്ടിൽ ആയിരിക്കത്തില്ല, അത് കുറച്ചുകൂടെ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. റോട്ട് അയൺ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ടഫ് മെറ്റൽ. റോട്ട് അയൺ കുറച്ചുകൂടെ ലോഡിനെ അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ ലോഡ് ക്യാരി ചെയ്തതിനു ശേഷം മാത്രമേ പൊട്ടത്തുള്ളൂ. അതുകൊണ്ട് റോട്ട് അയൺ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ടഫ് മെറ്റൽ. ടെനാസിറ്റി, എബിലിറ്റി ടു റെസിസ്റ്റ് ടെൻസൈൽ ഫോഴ്സസ് വിത്തൗട്ട് റപ്ചർ. ടെൻസൈൽ ഫോഴ്സ് എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്ന് ഒരു മെറ്റൽ പീസിനെ നമ്മൾ വലിക്കുവാണെങ്കിൽ, എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അതിൽ വരുന്ന ആ ഒരു ഫോഴ്സ് ആണ് ടെൻസൈൽ ഫോഴ്സ്. അങ്ങനെ ഇങ്ങനത്തെ ടെൻസൈൽ ഫോഴ്സസിനെ റപ്ചർ ഒന്നും ഇല്ലാതെ, അതായത് ബ്രേക്കേജ് ഒന്നും ഇല്ലാതെ റെസിസ്റ്റ് ചെയ്യാനുള്ള ശേഷിയാണ് നമ്മൾ ടെനാസിറ്റി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ, കോപ്പർ ഇവയൊക്കെ. ഇലാസ്റ്റിസിറ്റി, എബിലിറ്റി ടു റിട്ടേൺ ടു ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ അപ്ലൈഡ് ഫോഴ്സസ് റിലീസ്ഡ്. ഇലാസ്റ്റിസിറ്റി നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു റബ്ബർ നമ്മൾ എത്രത്തോളം വലിച്ചതിന് ശേഷം ആ ഒരു ലോഡ്, ആ ഒരു ഫോഴ്സ് റിമൂവ് ചെയ്തതിനു ശേഷം വീണ്ടും പഴയ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചെത്തുന്നു റബ്ബർ ബാൻഡ്. അതേപോലെ തന്നെ ഏതൊരു മെറ്റൽ ആയാലും അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഴയ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് റിട്ടേൺ ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പ്രോപ്പർലി ഹീറ്റഡ് ട്രീറ്റഡ് സ്പ്രിംഗ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത സ്പ്രിംഗ്സിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് കൂടുതലായിരിക്കും, അതായത് ബെറ്റർ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് അത് എക്സിബിറ്റ് ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെറസ് മെറ്റൽസിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ് അയൺ കണ്ടന്റ് മേജർ ആയിട്ടുള്ള മെറ്റൽസിനെയാണ് നമ്മൾ ഫെറസ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ അയൺ കണ്ടന്റ് മറ്റ് കോമ്പോസിഷനിൽ വരുന്ന മറ്റ് കോമ്പണൻസിനെ വെച്ച് നോക്കുമ്പോൾ അയൺ കണ്ടന്റ് കുറവാണെങ്കിൽ അങ്ങനത്തെ മെറ്റൽസിനെ നമ്മൾ നോൺ ഫെറസ് മെറ്റൽസ് എന്നും വിളിക്കുന്നു. ഇനി ഫെറസ് മെറ്റൽസിന്റെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിനും മറ്റ് കൺസ്ട്രക്ഷൻ ആപ്ലിക്കേഷൻസിനും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില മെറ്റൽസും അതിന്റെ അലോയ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേതാണ് പിഗ് അയൺ. പിഗ് അയൺ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ദ കെമിക്കൽ റിഡക്ഷൻ ഓഫ് അയൺ ഓർ. അതായത് എർത്തിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഈ അയൺ ഓറിനെ നമ്മൾ സ്മെൽറ്റിംഗ് എന്ന പ്രോസസ്സ് വഴി മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന അയൺ ഓറിന്റെ ഒരു ഫോമാണ് പിഗ് അയൺ. അപ്പൊ എന്താണ് ഈ സ്മെൽറ്റിംഗ്? മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു മെറ്റൽ മെൽറ്റ് ചെയ്ത് തുടങ്ങുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഒരു മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റിനെക്കാട്ടിലും ഹയർ ടെമ്പറേച്ചേഴ്സിലേക്ക് അതിനെ ഹീറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്മെൽറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അയൺ ഓറിന്റെ ഈ സ്മെൽറ്റിംഗ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ആവശ്യമായി വരുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അയൺ ഓർ. അയൺ ഓർ തന്നെ പല ടൈപ്പ് ഉണ്ട്. മാഗ്നറ്റൈറ്റ്, ഹീമറ്റൈറ്റ്, ലിമണൈറ്റ്, കാർബണൈറ്റ്. മറ്റൊരു റോ മെറ്റീരിയലാണ് കോക്ക്. കോക്ക് ഇസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ടു പ്രൊവൈഡ് നെസസറി ഹീറ്റ് ടു ക്യാരി ഓൺ ദ റിഡക്ഷൻ ആക്ഷൻ.
ഈ ഹീറ്റിംഗ് പ്രോസസ്സിൽ ആ അയൺ ഓറിനെ നമുക്കൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കോക്ക് ഹെൽപ്പ് ചെയ്യുന്നു. കോക്ക് എന്ന് വെച്ചാൽ കൂടുതലും അതിൽ കാർബൺ കണ്ടന്റ് ആണ്. ഈ കോക്കിലുള്ള കാർബൺ കണ്ടന്റ് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ അല്ലെങ്കിൽ നമ്മളിത് മാനുഫാക്ചറിംഗ് പ്രോസസ്സ് നടക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുകയും ഈ കാർബൺ മോണോക്സൈഡ് അയൺ ഓറുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡും പ്യുവർ അയണുമായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് കോക്കിന്റെ മെയിൻ ഫംഗ്ഷൻ. ഇനി അടുത്ത റോ മെറ്റീരിയൽ ആണ് ഫ്ലക്സ്. ഫ്ലക്സ് എന്നുള്ളത് ഒരു ജനറൽ ആയിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു ടേം ആണ്. ഏതൊരു പർട്ടിക്കുലർ മെറ്റലിനെയും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് താഴ്ത്തി കൊണ്ടുവന്ന് ഒരു ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ അത് പൂർണ്ണമായും മെൽറ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന മിനറൽ സബ്സ്റ്റൻസിനെ ജനറൽ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഫ്ലക്സ്. Flux is a mineral substance added to lower the melting point of the ore and it combines with the non-metallic portion of ore to form molten slag. ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫ്ലക്സ് നമ്മൾ ആഡ് ചെയ്ത ഫ്ലക്സ് ഈ അയൺ ഫോം ചെയ്തതിന് ശേഷം അയൺ ഓറിൽ ഉണ്ടായിരുന്ന മറ്റ് നോൺ മെറ്റാലിക് പോർഷൻസ് ഉണ്ടല്ലോ, വേസ്റ്റ് ആയിട്ട് സ്ലാഗ് ആയിട്ട് മാറുന്ന പോർഷനുമായിട്ട് ഈ ഫ്ലക്സ് മെറ്റീരിയൽ കമ്പൈൻ ചെയ്ത് പിന്നീട് നമ്മൾ അയൺ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് മോൾട്ടൺ സ്ലാഗിന്റെ കൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നു. എക്സാമ്പിൾ ആണ് ലൈം സ്റ്റോൺ. ഇനി പിഗ് അയൺ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ടൈപ്പായ കാസ്റ്റ് അയണിനെ കുറിച്ചാണ്. കാസ്റ്റ് അയണിൽ കാർബൺ കണ്ടന്റ് 2 to 4% വരെയാണ് വേരി ചെയ്തത്. കാസ്റ്റ് അയണിനെ പല ടൈപ്സ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ആദ്യത്തേത് ഗ്രേ കാസ്റ്റ് അയൺ. മെഷീനറി പാർട്സ്, അതായത് മെഷീൻസിന്റെ തന്നെ പല പാർട്സ് മാനുഫാക്ചർ ചെയ്യാനാണ് ഗ്രേ കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി മെഷീൻഡ് ഈസിലി, അതായത് ടൂൾസ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഗ്രേ കാസ്റ്റ് അയൺ. Because of its graphite content, cast iron provides an excellent bearing and sliding surfaces. പല മെഷീൻസിലും സ്ലൈഡിംഗ് സർഫസസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ ഗ്രേ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൂയിഡിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ്സ്, അതായത് പല പർട്ടിക്കുലർ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ പാറ്റേൺസിലൊക്കെ നമുക്ക് ഈ ഗ്രേ കാസ്റ്റ് അയണെ നമുക്ക് കാസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. മെൽറ്റിംഗ് പോയിന്റ് സ്റ്റീലിനെ വെച്ച് നോക്കുമ്പോൾ ലോവർ ആണ്. എബിലിറ്റി ടു റെഡ്യൂസ് വൈബ്രേഷൻ ആൻഡ് ടൂൾ ചാറ്റർ. ടൂൾ ചാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടൂൾ യൂസ് ചെയ്യുമ്പോൾ ടൂളും ആ മെഷീൻ പാർട്ടും തമ്മിലുള്ള ഒരു സൗണ്ട് സാധാരണ ചില മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് കട്ടിംഗ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ. ആ ഒരു സൗണ്ട് കൂടാതെ വൈബ്രേഷൻ ഇതൊക്കെ കുറയ്ക്കാൻ റെഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ട്. When not alloyed, it is quite brittle and has relatively low tensile strength. ഗ്രേ കാസ്റ്റ് അയൺ പ്യുവർ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ബ്രിട്ടിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ട്രെങ്ത്, അതിനെ കുറച്ചുകൂടെ ടഫ് ആക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ പലപ്പോഴും നിക്കൽ, ക്രോമിയം, വനേഡിയം, കോപ്പർ പോലുള്ള മെറ്റൽസുമായിട്ട് അലോയ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പാണ് വൈറ്റ് കാസ്റ്റ് അയൺ. വൈറ്റ് കാസ്റ്റ് അയൺ കമ്പാരിറ്റീവ്ലി വളരെ ഹാർഡാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു മെഷീൻ, അതായത് ടൂൾസ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാനും ഒക്കെ വളരെ ഡിഫിക്കൾട്ടാണ്. ആൻഡ് ഫോർ ദിസ് റീസൺ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ കോമ്പോണൻറ്റ്സ് വിച്ച് ഷുഡ് ബി അബ്രേഷൻ റെസിസ്റ്റന്റ്. ഇപ്പൊ അബ്രേഷൻ റെസിസ്റ്റന്റ് ആയ, അതായത് വെയർ ആൻഡ് ടയർ ഒക്കെ വളരെ കുറവ് വേണ്ടി വരുന്ന മെഷീൻ പാർട്സിനൊക്കെ ആയിട്ടാണ് നമ്മൾ വൈറ്റ് കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത്. It is produced by lowering the silicon content and by rapid cooling. When cooled in this manner, it is called chilled cast iron. ഇപ്പോൾ വൈറ്റ് കാസ്റ്റ് അയണിന്റെ മറ്റൊരു പേരൂടാണ് ചിൽഡ് കാസ്റ്റ് അയൺ. കാരണം എന്തുകൊണ്ടാണ്, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കൂൾ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് വഴിയാണ് ഈ വൈറ്റ് കാസ്റ്റ് അയണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈറ്റ് കാസ്റ്റ് അയൺ കനോട്ട് ബി വെൽഡഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വൈറ്റ് കാസ്റ്റ് അയൺ വളരെ ഹാർഡാണ്, പെട്ടെന്ന് മെഷീൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പെട്ടെന്ന് വൈറ്റ് കാസ്റ്റ് അയണിനെ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് കനോട്ട് ബി വെൽഡഡ്. അടുത്ത ടൈപ്പാണ് മാലിയബിൾ കാസ്റ്റ് അയൺ. മാലിയബിൾ കാസ്റ്റ് അയണിന് കുറച്ചുകൂടെ ഡക്റ്റിലിറ്റി കൂടുതലാണ്. ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ഡക്റ്റിലിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ടഫ്നെസ് വെൻ കമ്പയർ ടു ഗ്രേ കാസ്റ്റ് അയൺ. മാലിയബിൾ കാസ്റ്റ് അയൺ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വൈറ്റ് കാസ്റ്റ് അയൺ ബൈ എ പ്രൊലോങ്ഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ലാസ്റ്റിംഗ് ഫോർ അബൌട്ട് 30 hours. അപ്പൊ ഇതേ മുമ്പ് മെൻഷൻ ചെയ്ത അതേ വൈറ്റ് കാസ്റ്റ് അയണിനെ കുറച്ചുകൂടെ പ്രൊലോങ്ഡ് ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് വഴി നമ്മൾ മാറ്റിയെടുക്കുന്നതാണ് ഈ മാലിയബിൾ കാസ്റ്റ് അയൺ ആയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഗ്രേ കാസ്റ്റ് അയണിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻക്രീസ്ഡ് ടെൻസൈൽ സ്ട്രെങ്ത്തും ഡക്റ്റിലിറ്റിയും ടഫ്നെസ്സും ഒക്കെ മാലിയബിൾ കാസ്റ്റ് അയണിന് ഉണ്ട്. അടുത്ത ടൈപ്പാണ് നോഡുലാർ കാസ്റ്റ് അയൺ. ഇതിന്റെ മറ്റ് പേരുകളാണ് ഡക്ടൈൽ അയൺ, സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ ഇവയൊക്കെ. ഇതിന്റെ പേരുകൾ ഓർത്തിരിക്കുക: നോഡുലാർ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഡക്ടൈൽ അയൺ ഓർ സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ. This is very similar to malleable cast iron, പക്ഷേ it is produced without any heat treatment. ഇപ്പോൾ malleable cast iron ഒരു prolonged heat treatment വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്.
അതേപോലെ തന്നെ നമ്മൾ മാലിബിൾ കാസ്റ്റ് അയണിൽ നിന്ന് വളരെ സിമിലർ ആയിട്ട് ഉള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ നോഡുലാർ കാസ്റ്റ് അയൺ. പക്ഷേ ഇവിടെ ഹീറ്റ് ട്രീറ്റ്മെന്റ് വഴിയല്ല നോഡുലാർ കാസ്റ്റ് അയണെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഹാസ് ഗുഡ് മെഷീനബിലിറ്റി, അതായത് വളരെ എളുപ്പം തന്നെ ടൂൾസ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാസ്റ്റബിലിറ്റി, റെസിസ്റ്റൻസ് ടു വെയർ, ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹാർഡ്നെസ്. മാലിബിൾ ആൻഡ് നോഡുലാർ കാസ്റ്റിംഗ്സ് ആർ യൂസ്ഡ് ഫോർ മെഷീൻ പാർട്സ് വെയർ ദർ ഇസ് ഹയർ ടെൻസൈൽ സ്ട്രെസ് ആൻഡ് മോഡറേറ്റ് ഇമ്പാക്ട് ലോഡിംഗ്. ഇപ്പോൾ മോഡറേറ്റ് ലോഡിംഗ് ഒക്കെ വരുന്ന കേസിൽ ഹൈ ടെൻസൈൽ സ്ട്രെസ് ഒക്കെ ഉള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ മാലിബിളും നോഡുലാർ കാസ്റ്റിംഗ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. ദീസ് കാസ്റ്റിംഗ്സ് ആർ ലെസ് എക്സ്പെൻസീവ് ആൻഡ് ആൻ ഓൾട്ടർനേറ്റീവ് ടു സ്റ്റീൽ കാസ്റ്റിംഗ്സ്. സ്റ്റീൽ കാസ്റ്റിംഗ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലെസ് എക്സ്പെൻസീവ് ആണ് നോഡുലാർ കാസ്റ്റ് അയൺ. അടുത്ത ടൈപ്പാണ് റോട്ട് അയൺ. റോട്ട് അയൺ ഇസ് എ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ, അതായത് ഏറ്റവും കുറവ് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് കാർബൺ കണ്ടന്റ് ഉള്ള ടൈപ്പ് ഓഫ് അയൺ ആണ് റോട്ട് അയൺ. വെൻ ഹീറ്റഡ്, റോട്ട് അയൺ ഡസ് നോട്ട് മെൽറ്റ് ബട്ട് only becomes pasty, and in this form it can be forged into any shape. മറ്റ് മെറ്റൽസ് മെൽറ്റ് ചെയ്യുന്ന കൂട്ട് തന്നെ റോട്ട് അയൺ മെൽറ്റ് ചെയ്യാറില്ല, പകരം ഒരു പേസ്റ്റ് ഫോമിലേക്കാണ് മാറുന്നത്. ഈ പേസ്റ്റ് ഫോമിലേക്ക് മാറ്റിയതിനു ശേഷമാണ് റോട്ട് അയണിനെ നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് ഫോർജ് ചെയ്ത് എടുക്കുന്നത്. മോഡേൺ മെത്തേഡ്സ് യൂസ് ടു പ്രൊഡ്യൂസ് റോട്ട് അയൺ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആർ പഡ്ലിംഗ് പ്രോസസ്, ആസ്റ്റൺ പ്രോസസ് ഓർ ബയേഴ്സ് പ്രോസസ്. ഇപ്പോൾ ഈ പേരുകൾ ഓർത്തോളുക. റോട്ട് അയണെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളുടെ പേരാണ് പഡ്ലിംഗ് പ്രോസസ് അല്ലെങ്കിൽ ആസ്റ്റൺ ഓർ ബയേഴ്സ് പ്രോസസ്. അടുത്ത ടൈപ്പാണ് സ്റ്റീല്. സ്റ്റീൽ എന്ന് വിളിക്കുന്നതിൽ കാർബൺ കണ്ടന്റ് ഇസ് മോർ ദാൻ 0.15 to 1.5%. കാർബൺ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ മറ്റ് അയൺ മെറ്റൽസിനെ ഫെറസ് മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റീൽ കുറച്ചുകൂടെ ഹാർഡറും ടഫറുമാണ്. ഇനി സ്റ്റീലിനെ മാനുഫാക്ചർ ചെയ്യുന്ന പല ഡിഫറെന്റ് ടൈപ്സ് മെത്തേഡ്സിന്റെയും പേരുകൾ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേരുകൾ മാത്രം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സിമെന്റേഷൻ പ്രോസസ്, ക്രൂസിബിൾ പ്രോസസ്, ബെസമേർ പ്രോസസ്, ഓപ്പൺ ഹാർത്ത് പ്രോസസ്, ഇലക്ട്രോതെർമോ പ്രോസസ്, ഹൈ ഫ്രീക്വൻസി പ്രോസസ്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് മെത്തേഡ്സ് അറിഞ്ഞ് പഠിക്കണ്ട, ഈ പേരുകൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി രണ്ട് ടൈപ്പ് സ്റ്റീലാണ് മെയിൻലി ഉള്ളത്, പ്ലെയിൻ സ്റ്റീലും അലോയ് സ്റ്റീലും. പ്ലെയിൻ സ്റ്റീലിൽ എന്താ സംഭവിക്കുന്നത്? കാർബണും അയണും മാത്രം മിക്സ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നതാണ് പ്ലെയിൻ സ്റ്റീൽ. ഇനി ഈ കാർബണിന്റെ പെർസെന്റേജ് എത്രമാത്രം ഉണ്ട് എന്നതിന്റെ ബേസിസിൽ നമുക്ക് പ്ലെയിൻ സ്റ്റീലിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ലോ കാർബൺ സ്റ്റീൽ, പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, അതിൽ കാർബൺ കണ്ടന്റ് കുറവാണ്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് മൈൽഡ് സ്റ്റീൽ. ഇപ്പൊ പേര് ഓർത്തോളുക, മൈൽഡ് സ്റ്റീൽ എന്ന് നമ്മൾ വിളിക്കുന്നത് ലോ കാർബൺ സ്റ്റീലിനെയാണ്. ഇനി ഇതിൽ എത്ര പെർസെന്റേജ് കാർബൺ ആണ് ഉള്ളത് എന്ന് ചോദിക്കുവാണെങ്കിൽ 0.15% to 0.25%. അപ്പോൾ കാർബണിന്റെ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ ഇത് കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ആയിരിക്കും. ഇപ്പൊ കാർബണിന്റെ കണ്ടന്റ് കൂടുന്തോറും മെറ്റൽസ് ഹാർഡർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കാർബണിന്റെ കണ്ടന്റ് കുറവാണെങ്കിൽ മെറ്റൽസ് കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ആയിരിക്കും. ഇറ്റ് ഇസ് സഫിഷ്യന്റ്ലി സോഫ്റ്റ് ആൻഡ് ടോളറേറ്റ്സ് ദ സ്ട്രെയിൻ. ഇറ്റ് ക്യാൻ ബി പുട്ട് ഇൻ ഡിഫറെന്റ് ഷേപ്സ് ത്രൂ ഫോർജിങ് ആൻഡ് റോളിംഗ്. ഇപ്പൊ പല ഫോർജിങ് ആൻഡ് റോളിംഗ് ഓപ്പറേഷൻസ് വഴി പല ഷേപ്പ് ആക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാർബണിന്റെ കണ്ടന്റ് കുറവായതുകൊണ്ട് സോഫ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നു. ദിസ് കനോട്ട് ബി hardened or tempered by ordinary methods. അപ്പോൾ ഹാർഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡിനറി മെത്തേഡ്സ് യൂസ് ചെയ്താൽ പറ്റത്തില്ല. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഡിവൈസസിന്റെ അല്ലെങ്കിൽ സാധനങ്ങളുടെയൊക്കെ മാനുഫാക്ചറിങ്ങിനാണ്. നട്ട്സ്, ബോൾട്സ്, റിവെറ്റ്സ്, ഷീറ്റ്സ്, വയേഴ്സ്, ടി അയൺ, ആംഗിൾ അയൺ ഇവയുടെയൊക്കെ മാനുഫാക്ചറിങ്ങിനാണ് നമ്മൾ ലോ കാർബൺ സ്റ്റീൽ യൂഷ്വലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് മീഡിയം കാർബൺ സ്റ്റീൽ. അപ്പോൾ ലോ കാർബണിനെക്കാട്ടിലും കുറച്ചുകൂടെ കാർബൺ കണ്ടന്റ് കൂടുതലാണ്. 0.25% തൊട്ട് 0.5% വരെ കാർബൺ കണ്ടന്റ് ഉണ്ട്. ഡ്യൂ ടു എക്സസ് ഓഫ് കാർബൺ ഇറ്റ് ഇസ് ഹാർഡർ ആൻഡ് ടഫർ ദാൻ മൈൽഡ് സ്റ്റീൽ. ടെനാസിറ്റി ഈസ് മോർ. ടെനാസിറ്റി എന്താ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ടെൻഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വിത്തൗട്ട് റപ്ചർ. അപ്പോൾ കാർബൺ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് മൈൽഡ് സ്റ്റീലിനെ ലോ കാർബൺ സ്റ്റീലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹാർഡറും ടഫറുമാണ്. ഇനി എവിടെയാണ് മീഡിയം കാർബൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്? ഫോർ മേക്കിംഗ് ഹൈ ടെൻസൈൽ ട്യൂബ്സ്, വയേഴ്സ്, അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ്, കണക്ടിംഗ് റോഡ്സ്, ക്യാം ഷാഫ്റ്റ്സ്, സ്പാനേഴ്സ്, പുള്ളീസ് എക്സെട്ര. അടുത്തത് ഹൈ കാർബൺ സ്റ്റീൽ. കാർബൺ കണ്ടന്റ് 0.5 തൊട്ട് 1.5% വരെ ഉണ്ട് ഹൈ കാർബൺ സ്റ്റീലിൽ. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഹാർഡ് ആയിരിക്കും. ആൻഡ് വെയർസ് ലീസ്റ്റ്, അതായത് വളരെ കുറച്ച് വെയർ ആൻഡ് ടയറേ ഇതിന് ഉണ്ടാകത്തുള്ളൂ. This can be hardened by heat treatment. It can neither be cast or rolled. കാസ്റ്റിംഗ് പ്രോസസ്സും റോളിംഗ് പ്രോസസ്സും ഒന്നും ഹൈ കാർബൺ സ്റ്റീലിൽ പറ്റില്ല. കാരണം എന്താ, ഇത് വളരെ ടഫാണ്, വളരെ ഹാർഡാണ്, കാർബണിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഡിസൈർഡ് ഷേപ്പിലേക്കൊന്നും നമുക്ക് ഇതിനെ പെട്ടെന്ന് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. This is very hard and tough. It acquires permanent magnetic property. എല്ലാ സർക്കംസ്റ്റാൻസസിലും ഹൈ കാർബൺ സ്റ്റീല് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യും. അതാണ് പെർമനന്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എവിടെയൊക്കെയാണ് ഹൈ കാർബൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്?
for making pointed tools, springs, pumps, files, cutleries, cold chisels, press die, etc. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ബേസ്ഡ് ഓൺ കാർബൺ കണ്ടന്റ് എങ്ങനെ നമുക്ക് സ്റ്റീൽസിനെ ക്ലാസിഫൈ ചെയ്യാം. അതിലെ പ്ലെയിൻ സ്റ്റീലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അലോയ് സ്റ്റീലിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.